ഒന്ന് മാധു പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ ബോധ്യങ്ങൾ എന്നുള്ളത് ഏറ്റവും മികച്ചതായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്പർ 1. നമ്പർ 2, എങ്ങനെയാണ് പ്രതീതികൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് മാധു തന്നെ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പാലക്കാട്ടെ ഒരു എക്സാമ്പിൾ, ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പ്രകോപനം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്, പക്ഷേ എങ്ങനെയാണത് പ്രചരിക്കുന്നത്? കാട്ടുതീ പോലെ അവിടെ പ്രവർത്തകരെ തിരിച്ച് രക്ഷാപ്രവർത്തകരെന്ന് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെ നമ്മൾ ഇതേ വേദിയിലിരുന്ന് അപലപിച്ചതാണ്. അത് രക്ഷാപ്രവർത്തനമല്ല എന്നാണ് ഞാനടക്കമുള്ളവർ പറഞ്ഞത്. കാരണം അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ DYFI പ്രവർത്തകരുടെ കയ്യേറ്റമാണ്. എന്താണ് നവകേരള സദസ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്, അതിൻ്റെ നേരെ എതിരായിട്ടുള്ള പ്രയോഗമാണ് അവിടെ വീതിയിൽ കണ്ടത് എന്നാണ്. ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ ജനാധിപത്യം എല്ലാ കാലത്തും രാഷ്ട്രീയമായി ശരിയാകണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിളായിട്ട് എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. ഹിറ്റ്ലർ ജനിച്ചു വന്നത് ജനാധിപത്യത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ഹിറ്റ്ലറിനെ നീതീകരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ വിധി നേരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഏറ്റവും മികച്ച ജനാധിപത്യ ബോധമുള്ള ഒരു കാലത്തിലോ രാഷ്ട്രീയ ബോധ്യമുള്ള കാലത്തിലോ മെച്ചപ്പെട്ട രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു കാലത്തിലോ ആണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് കേരളത്തിൽ തന്നെ BJP 3 സീറ്റുകൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയും 4.5 ലക്ഷത്തിലധികം സീറ്റുകൾ വർദ്ധിപ്പിച്ചതും കാണാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് വർഗീയ ജാതി സമവാക്യങ്ങൾ ദക്ഷിണേന്ത്യയിൽ അടക്കം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്, ബംഗാളിൽ എങ്ങനെയാണ് BJP വളരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യത്തെ നോക്കിക്കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ. അതിന് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം തുടക്കത്തിൽ പറയാം. വിശദമായ ഒരുപാട് പഠനങ്ങളും നിരീക്ഷണങ്ങളും ആവശ്യമുണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ തെളിയുന്നുണ്ട്. പാർട്ടി തിരുത്തണ്ടേ എന്ന് ചോദിച്ചാൽ, പാർട്ടി തിരുത്തിയില്ലെങ്കിൽ അപകടങ്ങൾ പലതാണ് എന്നുള്ളതാണ്. 2 അപകടങ്ങൾ പറയാം, ഏറ്റവും ഗൗരവമേറിയ 2 അപകടങ്ങൾ. ഒന്ന്, പാർട്ടിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വളരെ സാങ്കേതികമായൊരു അപകടം വരാനിരിക്കുന്നു എന്നുള്ളതാണ്. അത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്നതാണ്. എന്താണത്? അത് പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. CPIM ദേശീയ പദവി ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് 2029 കഴിയുമ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പശ്ചിമ ബംഗാളിൽ 1977 മുതൽ 2011 വരെയുള്ള ദീർഘമായൊരു കാലഘട്ടത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി, ത്രിപുരയിൽ 2018 വരെയും 25 വർഷക്കാലം അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി ഇന്നിപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് 4 MP-മാരുമായിട്ടാണ്. 3.5% മാത്രം വോട്ട് ഷെയറാണ് പശ്ചിമ ബംഗാളിലെ പാർട്ടിക്ക് ഇപ്പോഴുള്ളത്. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ദേശീയ പാർട്ടിയായിട്ടൊരു പാർട്ടി അംഗീകരിക്കണമെങ്കിൽ നിലവിൽ 6% വോട്ട് 4 സംസ്ഥാനങ്ങളിൽ നിന്ന് വേണം. മിനിമം 4 MP-മാർ വേണം. ഈ സാഹചര്യമുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നോക്കൂ, 6% വോട്ടുള്ള 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്ന് കേരളവും മറ്റൊന്ന് തമിഴ്നാടുമാണ്. 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. നമുക്ക് രാജസ്ഥാനിൽ നിന്ന് MP ഉണ്ട്, പക്ഷേ അവിടെ 6% വോട്ടില്ല. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നിലവിൽ 2% ലോക്സഭാ സീറ്റുകൾ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ 2% സീറ്റുകൾ എന്ന് പറയുമ്പോൾ 11 സീറ്റുകൾ നമുക്കുണ്ടാവണം. 11 സീറ്റുകൾ CPM-ന് ഇപ്പോൾ ഇല്ല. ആകെയുള്ള സീറ്റുകൾ എത്രയാ? 4. 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 11 സീറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആകെ 4 സീറ്റുകൾ 4 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഇന്ന് ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കുണ്ട്. മൂന്നാമത്തെ അപകടം എന്ന് പറയുന്നത് 4 സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ ക്രൈറ്റീരിയ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആയിരിക്കണം എന്നുള്ളതാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ അത് സംസ്ഥാന പാർട്ടിയാകുമോ എന്നൊരു ചോദ്യമുണ്ട്. രാജസ്ഥാനിൽ സംസ്ഥാന പാർട്ടിയാകുമോ? ത്രിപുരയിൽ അത് സംസ്ഥാന പാർട്ടി. ത്രിപുരയിൽ ഇപ്പോൾ 10 MLA-മാരുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അവിടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ പാർട്ടി 2 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുകയും നാമമാത്രമായ ജനപ്രതിനിധികളുടെ സാന്നിധ്യം മാത്രമായി ചുരുങ്ങുകയും ചെയ്യും. അത് 2029 അത് കേരളത്തിൽ നിന്നുകൂടി ഈ പാർട്ടിക്ക് പെർസെൻറ്റേജ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. നേരത്തെ പിയാസുൽ പറഞ്ഞ ആ കണക്കുകളിലേക്ക് ഒരിക്കൽ കൂടി നമുക്കൊന്ന് റീവിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ LDF-ന്റെ വോട്ട് ലോസ് എത്രയാണ് എന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാവുക. ഒപ്പം BJP-യുടെ വളർച്ച കൂടി അതിനാനുപാതികമായി നമ്മൾ കണക്കാക്കണം. LDF-ന്റെ വോട്ട് ഷെയറിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഇടിവ് 12,83,728 വോട്ടുകൾ 2021 LDF-ന് പോൾ ചെയ്ത മനുഷ്യർ ഇന്ന് അവിടെ നിന്ന് മാറ്റിക്കുത്തിയിരിക്കുന്നു. ആ വോട്ടുകളിൽ ഒരു സിംഹഭാഗവും പോയിരിക്കുന്നത് UDF-ലേക്കാണെന്നുള്ളത് തീർച്ചയാണ്. അതേസമയം ഒരു വിഭാഗം പോയിരിക്കുന്നത് നിശ്ചയമായും BJP-ക്കുമായിരിക്കും. കാരണം UDF-ന് 18,58,386 വോട്ടിൻ്റെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് 2021 അപേക്ഷിച്ച്. BJP-ക്ക് 4,62,518 വോട്ടിൻ്റെ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താ ഇത് നൽകുന്ന സന്ദേശം? ഇനി ഞാൻ CPM-ന്റെ കണക്ക് മാത്രം പറയാം. ഇത് LDF-ന്റെ കണക്കാണെങ്കിൽ അത് കേരള കോൺഗ്രസ് മാണിയൊക്കെ ഉണ്ടാവുമല്ലോ. ഈ CPM-ന്റെ മാത്രം കണക്കാണെങ്കിൽ CPM-ന് 4,70,000
5,10,000 ഉണ്ടായിരുന്ന 5,28,850 ഉണ്ടായിരുന്ന 52,88,507 വോട്ടുണ്ടായിരുന്ന CPM ഇപ്പോൾ 47 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 5.5 ലക്ഷം വോട്ടർമാർ CPM-നെ മാത്രം വിട്ടുപോയിരിക്കുന്നു. 52 ലക്ഷത്തിൽ നിന്ന്, അതായത് 53 ലക്ഷത്തിനടുത്ത് വോട്ടുണ്ടായിരുന്ന CPM 47 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 5.5 ലക്ഷം വോട്ടർമാർ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്തവണ മാറ്റിക്കുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. CPIക്ക് 15 ലക്ഷത്തിൽ നിന്ന് 14 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഏകദേശം 1.25 ലക്ഷത്തിൻ്റെ വോട്ട് കുറവുണ്ടായിരിക്കുന്നു. CPM-ലെ ഈ 5.5 ലക്ഷം വോട്ടർമാരിൽ എത്ര പേർ പാർട്ടി അനുഭാവികളുണ്ട്, എത്ര പേർ പാർട്ടി കേഡറിൽപ്പെട്ടവരുണ്ട്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 5.5 ലക്ഷം ആളുകളിൽ എത്ര പേർ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇന്നിപ്പോൾ BJP 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന മണ്ഡലങ്ങൾ നോക്കൂ. പാലക്കാട്, മലമ്പുഴ, തിരുവല്ല, കാസർഗോഡ്, മഞ്ചേശ്വരം, ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ്. ജയിപ്പിച്ചു വിട്ട കഴക്കൂട്ടം മണ്ഡലം പ്രധാനപ്പെട്ടതാണ്. നേമം മണ്ഡലം പ്രധാനപ്പെട്ടതാണ്. ചാത്തന്നൂർ മണ്ഡലം പ്രധാനപ്പെട്ടതാണ്. 3 മണ്ഡലങ്ങളിൽ ജയിക്കുകയും 6 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ പാർട്ടിയുടെ ദേശീയ പദവി സ്ഥാനം സാങ്കേതികമായി നഷ്ടപ്പെടുന്നു എന്നതിനും അപ്പുറത്തേക്ക് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ വളർച്ച അത് CPI-യുടെ നഷ്ടത്തിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം, പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണോ മമതാ ബാനർജി വരുമ്പോൾ അവിടെ CPM-ൽ നിന്ന് കൂട്ടത്തോടെ വോട്ടുകൾ നടന്ന് മമതാ ബാനർജിയിലേക്ക് പോകുന്നത്, ആ മമതാ ബാനർജിയിലേക്ക് പോയ വോട്ടുകൾ ഇന്ന് കൂട്ടത്തോടെ എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെയാണ്? BJP-ലാണ് എന്നുള്ളതാണ്. അതായത് ആദ്യം CPM-ൽ നിന്ന് ഡയറക്റ്റ് BJP-യിലേക്ക് പോകുന്ന വോട്ടുകളേക്കാൾ കൂടുതൽ എളുപ്പം CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോവുകയോ UDF-ലേക്ക് പോവുകയോ അവിടെ നിന്ന് അത് BJP-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതായത് 2029 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ 2031 നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴേക്കും ഇപ്പോൾ 3 MLA-മാർ മാത്രമുള്ള BJP ഏതു രീതിയിലായിരിക്കും വളരുക എന്നുള്ളത് CPM ഈ വോട്ടുകൾ തിരിച്ചു പിടിക്കുമോ, CPM തെറ്റുകൾ തിരുത്തി ജനവിശ്വാസത്തെ ആർജിച്ചെടുത്ത് 2016-നും 2006-നും ഒക്കെ സമാനമായ രീതിയിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പാർട്ടി തിരുത്തണ്ടേ എന്ന് ചോദിച്ചാൽ, പാർട്ടി തിരുത്തിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന സാധ്യതകളാണ്. ഒന്ന്, പാർട്ടിക്ക് സാങ്കേതികമായി ദേശീയ പദവി സ്റ്റാറ്റസ് നഷ്ടപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തത്, BJP-യുടെ വളർച്ച CPM-ന്റെ തളർച്ചയിലാകും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDF-ന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളിൽ നിന്ന് ഇനിയിപ്പോൾ BJP-ക്ക് അടുത്ത വളർച്ച ഉണ്ടാകാൻ പോകുന്നത് CPM-ൽ ഇപ്പോഴും നിൽക്കുന്ന അല്ലെങ്കിൽ ചോർന്നു പോയിരിക്കുന്ന വോട്ട് ബെൽറ്റുകളിലാണ് കടന്നു കയറാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ തിരുത്തുമ്പോൾ എങ്ങനെ തിരുത്തണം? വിശാലമായിട്ടുള്ള ചർച്ചകൾക്കും വിശാലമായിട്ടുള്ള തിരുത്തലുകൾക്കുമൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു മീഡിയ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഈ പാർട്ടിയെ ഒരു അരമണിക്കൂർ കൊണ്ട് തിരുത്തിക്കളയാമെന്നുള്ള വ്യാമോഹമൊന്നും നമുക്കില്ല. പക്ഷേ നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന 2 പ്രധാനപ്പെട്ട ഇൻസൈറ്റുകളുണ്ട്. ഒന്ന്, കഴിഞ്ഞ 5 വർഷം ഈ പാർട്ടി പ്രവർത്തിച്ചത് പാർട്ടിയുടെ അടിസ്ഥാനത്തിലുള്ള നയ അടിസ്ഥാനത്തിലുള്ള ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവ പാർട്ടി എന്ന നിലയിൽ തന്നെയാണോ? ഈ ഭരണകൂടം പ്രവർത്തിച്ചത് പാർട്ടിയുടെ നയത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ ഒരു ജനകീയ ജനാധിപത്യ ഭരണകൂടം എന്ന നിലയിൽ തന്നെയായിരുന്നു? ഇതാണ് ഏറ്റവും പ്രസക്തമായ പാർട്ടി അണികൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം പല വിഷയങ്ങളിലും, അടിസ്ഥാന സൗകര്യങ്ങളിലും ഗവേണൻസിൻ്റെ കാര്യത്തിലും 21 റാങ്കുകൾ സ്വന്തമാക്കിയ പാർട്ടിയാണ്. സാങ്കേതികമായി ദ ബെസ്റ്റ് ഗവൺമെൻറ് ആണെന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു സംശയമില്ല. പക്ഷേ ആ ഗവൺമെൻറ്റിനെ ജനകീയമായി ജനങ്ങളിലേക്ക് ഘടിപ്പിക്കുന്നതിലുള്ള പങ്ക് എന്താണ് പാർട്ടി വഹിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു മെക്കാനിസത്തിൽ, ഒരു ഡയലക്ടിക്സിൽ അതെങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള ചോദ്യം. ഗവൺമെൻറ്റിൻ്റെ സ്പോക്ക് പേഴ്സൺസ് മാത്രമായി പാർട്ടി പ്രവർത്തകർ മാറേണ്ടതുണ്ടോ? പാർട്ടി ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ നിലപാടുകളെയും, മുഖ്യമന്ത്രി പറയുന്ന എല്ലാ നിലപാടുകളെയും ശരിവെച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ടോ? പാർട്ടി തിരുത്തിയിട്ടുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. വളരെ എളുപ്പത്തിൽ പ്രാഥമികമായി തന്നെ നമുക്ക് പറഞ്ഞു പോകാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. നേരത്തെ മാധു രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം, ഇന്ന് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ നിയമസഭയിലേക്ക് വരാൻ പോകുന്നൊരു MLA ഉണ്ട്. ആ MLA-യുടെ പേരെന്താണെന്നറിയാമോ? AD തോമസ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ ആ പോലീസുകാരൻ തല്ലിച്ചതയ്ക്കുമ്പോൾ നമ്മൾ ഈ വേദിയിലിരുന്നാണ് ആ ദൃശ്യങ്ങൾ ഇട്ടുകൊണ്ട് വിമർശിച്ചത്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ന്യായീകരിച്ചു. പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല, ആ മർദ്ദനത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ മർദ്ദനത്തിനുള്ള ധൈര്യം എങ്ങനെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത്? അത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? അതങ്ങ് കണ്ണൂരിൽ നിന്ന് തുടങ്ങിയതാണ്. ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് ഇത്ര രൂക്ഷമായ രീതിയിലേക്ക് നമ്മളതിനെ കാണുന്നത്. ഒരു ജനകീയമായിട്ടുള്ള ഒരു സംവാദവേദിയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പരിപാടിയിൽ ഇത്രയും രൂക്ഷമായ ഒരു ആക്രമണം നടക്കുമ്പോൾ അവിടെ അതിന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആദ്യം അത് നോക്കൂ, പാർട്ടി പ്രവർത്തകരിൽപ്പെട്ട ചിലരാണ് ആദ്യം അത് തുടങ്ങി വയ്ക്കുന്നതെങ്കിലും പിന്നീട് പോലീസ് ഏറ്റെടുക്കുന്ന
കാഴ്ചയാണ് കാണുന്നത്. ഭരണകൂടം ആർക്കെതിരെ തിരിയുന്നു? പ്രതികരിക്കുന്ന കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിനെ യഥാർത്ഥത്തിൽ അന്ന് നിഷേധിച്ചിരുന്നുവെങ്കിൽ, ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രി ഈ വാക്ക് ഉപയോഗിക്കാതെ അന്ന് നിഷേധിച്ചിരുന്നുവെങ്കിൽ, അതിനെ വിലക്കിയിരുന്നുവെങ്കിൽ, പാർട്ടി ഇതിനെ ശക്തമായി അപലപിച്ചിരുന്നുവെങ്കിൽ, ഇത് ഈ നവകേരള സദസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും, അതിൻ്റെ നിറം കെടുത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരാൾക്കും ഈ ധൈര്യം ഉണ്ടാകുമായിരുന്നില്ല. അവരെ ചേർത്തു പിടിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുമായിരുന്നില്ല. അവിടെയാണ് ഈ പറയുന്നത് പോലെ ബസ്സിനുള്ളിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും അത് പിന്നീട് വലിയ രീതിയിൽ ട്രോളുകൾക്ക് വിധേയമാവുകയും ചെയ്തത്. നോക്കൂ, ഇന്ന് എ ഡി തോമസിൻ്റെ പശ്ചാത്തലം നമ്മൾ അറിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. എ ഡി തോമസ് വലിയ പ്രഭു കുടുംബത്തിൽ നിന്ന് വന്നയാളെന്നല്ല, ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന് അവിടെ നിന്ന് KSUവിൻ്റെ ഭാരവാഹിയായി 17ാമത്തെ വയസ്സിൽ കടലിൽ പോയി മീൻ പിടിച്ച് അച്ഛനെ സഹായിച്ച് പാർട്ട് ടൈം പണിയെടുത്ത് അദ്ദേഹം ട്യൂഷൻ എടുത്ത് പല പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത് സെൻറ് മൈക്കിൾസ് കോളേജിലെത്തി യൂണിയൻ ചെയർമാനായി ജില്ലാ പ്രസിഡന്റായ ഒരു നേതാവാണ്. ഈ പറയുന്ന പാർട്ടിയുടെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരു യുവാവാണ് എ ഡി തോമസ്. ആ എ ഡി തോമസിനെ മർദ്ദിക്കുന്നത് എന്ത് ന്യായീകരണത്തിൻ്റെ പുറത്താണ് പാർട്ടിക്ക് വിമർശിക്കാൻ കഴിയാതെ പോയത്? എന്താണ് പാർട്ടി ഇതിന് സൈലന്റ് ആയി തീർന്നത്? അവിടെയാണ് യഥാർത്ഥത്തിൽ പാർട്ടി എടുക്കേണ്ടിയിരുന്ന നിലപാട് ആ സമയത്ത് പാർട്ടി എടുത്തില്ല. അതാണ് ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്തുന്നതിനിടയിൽ ഭരണകൂടത്തിന്റെ മർദ്ദനം ആർക്കെതിരെയാണ്? ഒരു ബൂർഷ്വാ നേതാവിന്റെ മകനെതിരെയല്ല, ഏതെങ്കിലും ഒരു പ്രഭു കുടുംബത്തിലെ മകനെതിരെയല്ല. എ ഡി തോമസ് എന്ന് പറയുന്ന ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിക്കെതിരെയാണ് ആ മർദ്ദനം എന്നുള്ളത് തിരിച്ചറിയാതെ പോയി. പാർട്ടിക്ക് തിരിച്ചറിയാതെ പോയത് ആലപ്പുഴയിലെ ജനങ്ങൾ 21,000 ഭൂരിപക്ഷം കൊടുത്ത് എ ഡി തോമസിനെ ഇന്ന് നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഒരു കാര്യം കൂടി ഞാൻ പറയാം, വളരെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നത്, വിസ്താര ഭയത്തിൽ ഞാൻ അധികം പോകുന്നില്ല. രണ്ടാമത്തേതാ ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ രാഷ്ട്രീയമായ ഒരു സ്ത്രീക്കുള്ള രാഷ്ട്രീയ അവകാശം എന്നതിൽ അംഗീകരിക്കുമ്പോഴും അത് സൃഷ്ടിച്ച ഡാമേജ് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് പ്രകടമായതെന്ന് നോക്കൂ. അവിടെ സുകന്യ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയത്. പക്ഷേ ആ പേര് വെട്ടിയാണ് ആരുടെ PK ശ്യാമളയുടെ പേര് വരുന്നത്. മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ആ പേരിനെ എതിർക്കുന്നുണ്ട്. ആ തീരുമാനത്തിൽ അടിയുറച്ച് നിന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയത് എവിടെയൊക്കെ മണ്ഡലങ്ങളാണ്? തളിപ്പറമ്പ്, പയ്യന്നൂർ, തൃക്കരിപ്പൂര്, 3 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു പോയി. കേരളത്തിലുടനീളം ചുരുങ്ങിയത് 10 മണ്ഡലങ്ങളിലെങ്കിലും അതിൻ്റെ പ്രഭാവം ഉണ്ടായി എന്നുള്ളതാണ്. ഒരൊറ്റ തീരുമാനമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. തളിപ്പറമ്പ് അടക്കം ഒലിച്ചു പോകാനുള്ള കാരണം പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ കാര്യങ്ങൾ പാർട്ടിക്കതൊക്കെ വിശദീകരിക്കാം. ഇത് നിങ്ങൾ ഉള്ളിൽ പറയേണ്ടതല്ലേ, പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്നൊക്കെ പറയാം. പക്ഷേ ടി മധുസൂദനെ നിർത്തുന്നതോടുകൂടി വി കുഞ്ഞികൃഷ്ണൻ മത്സരരംഗത്തേക്ക് വരിക. ടി മധുസൂദനെ മത്സരിപ്പിക്കാതിരുന്നെങ്കിൽ ഇന്ന് പയ്യന്നൂർ പാർട്ടിയുടെ കയ്യിലിരുന്നേനെ. പയ്യന്നൂർ മാത്രമല്ല, പയ്യന്നൂർ ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളും കയ്യിലിരുന്നേനെ. ഇതൊക്കെ ഒരൊറ്റ നിമിഷത്തിൽ സാധാരണ ഒരു കോമൺ സെൻസിന് ബോധ്യമാകാവുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. പക്ഷേ അതിനെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ കാര്യവും നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. പാർട്ടി ഇങ്ങനെയൊന്നും അല്ലല്ലോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. ഈ പാർട്ടി തിരുത്തേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സമീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് പാർട്ടി പാർലമെന്ററി തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ച് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും അസ്വസ്ഥപ്പെടുത്തുന്നത് പാർട്ടി അണികൾ കൂടിയ കാര്യം അങ്ങനെയല്ല. പാർട്ടിയുടെ ഏത് തത്വശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും ഭരണകൂടത്തിൻ്റെ പിന്തുണയുള്ള ഭൂരിപക്ഷ വർഗീയതയുടെ പിന്നിൽ മാത്രമേ ന്യൂനപക്ഷ വർഗീയത നിൽക്കൂ. കാര്യം ന്യൂനപക്ഷ വർഗീയത ഏറിപ്പോയാൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. പക്ഷേ ഭരണകൂട വർഗീയത എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അല്ല, അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു പ്രതിവിപ്ലവ പരിപാടിയാണ്. ആ പ്രതിലോമകരമായ പരിപാടിയെ എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയതയുമായി സമീകരിക്കുക എന്ന ചോദ്യം പാർട്ടി അണികളും പാർട്ടി പ്രവർത്തകരും ചോദിക്കാതെ പോയതെന്തേ? അവിടെയാണ് വെള്ളാപ്പള്ളിയുടെ ശബ്ദത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദവുമായിട്ട് ന്യൂനീകരിക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. ഇതടക്കം എത്രയോ പിഴവുകൾ പാർട്ടിക്കും ഗവൺമെന്റിനും സംഭവിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വിശദമായ ആഴത്തിൽ തിരുത്തിയില്ലെങ്കിൽ പാർട്ടി അഭിമുഖീകരിക്കാൻ പോകുന്നത് ദേശീയ പദവി എന്നുള്ള നഷ്ടമായിരിക്കും. പക്ഷേ ഈ നാട് അഭിമുഖീകരിക്കാൻ പോകുന്നത് മറുഭാഗത്ത് ഒരു വർഗീയ പാർട്ടിയുടെ കടന്നുവരവായിരിക്കും. അത് CPM-ന്റെ കോട്ടയിലായിരിക്കും എന്നുള്ളതാണ്. Meet the editors.